പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 70 വയസ്സായിരുന്നു. ഹിറ്റ്ലർ, കിലുക്കം, ധ്രുവം, ജോണി വാക്കർ, മിനാരം തുടങ്ങിയ ചിത്രങ്ങളിലായി 150-ലധികം ഗാനങ്ങൾക്ക് ഈണം പകർന്നിട്ടുണ്ട്. നിലാവേ മായുമോ കിനാവും നോവുമാ ഇളം തേൻ തെന്നലാ തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. கட்டணம் சொன்ன வாடா எங்க கட்டணம் சிங்க கட்டணம் சும்மா இருடா நம்ம ராசா எந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, ഒരു അതുല്യ കലാകാരനെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ ചരിത്രത്തിൽ തന്നെ ഒരു നല്ലൊരു കലാകാരനെ തന്നെ നഷ്ടപ്പെട്ടു. അത് ഒരു വലിയ നഷ്ടം അല്ല, ഒരു വിടവ് തന്നെയായി മാറിയിരിക്കുകയല്ലേ ഈ വലിയ കലാകാരന്റെ വിടവാങ്ങലോടെ? കാർത്തു, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. 1980കളിലും 1990കളിലും മലയാള സിനിമയിൽ തിളങ്ങിയെന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു SP വെങ്കടേഷ്. 150-ലധികം ചിത്രങ്ങളിലായിരുന്നു SP വെങ്കടേഷ് അദ്ദേഹത്തിൻ്റെ ഈണം സംഗീതം പകർന്നത്. ഈ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. തുടർന്നാണ് 150-ലധികം സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട കിലുക്കം തുടങ്ങി കൗരവർ, സ്ഫടികം, ജോണി വാക്കർ, ധ്രുവം, കിഴക്കൻ പത്രോസ്, ഹിറ്റ്ലർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലായിരുന്നു ഇദ്ദേഹം ഈണം പകർന്നത്. ഒരു തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു SP വെങ്കടേഷ് എന്ന് പറയുന്നത്. ഈ 1968 മുതലായിരുന്നു വിവിധ ഭാഷകളിലായി സിനിമകളിലെ ഓർക്കസ്ട്രയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. തുടർന്നാണ് 91-ൽ ഈ സംഗീത സംവിധായകനായിട്ടുള്ള വിജയഭാസ്കറിനൊപ്പം സിനിമയിലെത്തുന്നത്. തുടർന്ന് 80കളിലെ തുടക്കത്തിൽ ഈ സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. 1984ലാണ് SP വെങ്കടേഷ് മലയാള സിനിമയിലേക്ക് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നത്. 1990 കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ആക്ഷൻ ചിത്രങ്ങളിൽ ഈ BGM അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സംഗീത സംവിധായകനായിരുന്നു SP വെങ്കടേഷ്. കൗരവർ തുടങ്ങി സ്ഫടികം, ധ്രുവം തുടങ്ങിയ ചിത്രങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഇദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. മലയാളത്തിലെ ഹിറ്റ് ചിത്രമായ ഇന്ദ്രജാലം, പൈതൃകം, തുറക്കഥ, വാത്സല്യം, ജോണി വാക്കർ, കാബൂളിവാല, മിന്നാര, സ്ഫടികം തുടങ്ങി 150-ലധികം ചിത്രങ്ങളാണ് ഇദ്ദേഹം ഈണം പകർന്നിട്ടുള്ളത്. ഈ മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലും SP വെങ്കടേഷ് നിരവധി ചിത്രങ്ങളിൽ സംഗീതം പകർന്നിട്ടുണ്ട് എന്നതാണ്. ഈ 90 കാലഘട്ടത്തിലെ മിക്ക ആക്ഷൻ ചിത്രങ്ങളിലും SP വെങ്കടേഷ് ആയിരുന്നു സംഗീതം പകർന്നത്. ഈ 1993-ൽ പൈതൃകം, ജനം എന്നീ ചിത്രങ്ങളിലെ സംഗീതത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വെങ്കടേഷ് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രിയദർശൻ, ഭരതൻ തുടങ്ങിയ തമ്പി കണ്ണന്താനം തുടങ്ങിയ സംവിധായകരുടെ കൂടെ നിരവധി ഹിറ്റ് ചിത്രങ്ങളായിരുന്നു SP വെങ്കടേഷ് മലയാളത്തിലേക്ക് നൽകിയത്. എന്തായാലും അതുല്യ കലാകാരൻ തന്നെയായിരുന്നു. ഇന്ന് രാവിലെയോടെ സംഗീത ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്നതാണ് കാർത്തു. ശരി, രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.